ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, അപ്പോൾ നമ്മുടെ ജയിലർ 2-ന്റെ അനൗൺസ്മെന്റ് ടീസർ ഇന്നലെ പൊങ്കൽ ദിനത്തിൽ അവർ പുറത്ത് വിട്ടിട്ടുണ്ട്. ഇന്നലെ 6 മണിക്ക്. പക്ഷെ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഇവിടെ ഉത്സവത്തിന്റെ ഒരു ഇതായതുകൊണ്ട് ഫുൾ സൗണ്ടൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് കാമായിട്ടുള്ള അന്തരീക്ഷമാണ്. കുട്ടിയും കിടന്നുറങ്ങണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ വന്നത്. ഇതിനു മുന്നേ നമ്മൾ ഇവരുടെ അനൗൺസ്മെന്റ് കേൾക്കാൻ നല്ല രസമാണ്. നമ്മുടെ അനിരുദ്ധും നെൽസനൊക്കെ, ബീസ്റ്റിൻ്റെതും പിന്നെ ജയിലറിന്റെ തന്നെ. അപ്പോൾ ഇവര് ആ ഒരു പറയുന്ന രീതി തന്നെ കേൾക്കാൻ നല്ല രസമാണ്. അപ്പം അതിന്റെ അനൗൺസ്മെന്റ് ടീസർ ഇപ്പോൾ ട്രെൻഡിങ് ആണ്. നമ്മുടെ തലൈവർ ജയിലർ എങ്ങനെയാണോ ഹിറ്റായത് അതിനെക്കാട്ടി അടിപൊളിയായി വരുമെന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പൊ നമുക്ക് കണ്ടുപോകാം. வங்கக்கடலில் நிலவி வந்த பெங்கல் புயல் கரையை கடந்த நிலையில் மேலும் மற்றொரு புதிய காற்றழுத்த தாழ்வு மண்டலம் புயலாக வலுப்பெற்று கோர முகத்துடன் நகர்ந்து வருவதாக வானிலை ஆய்வு மையம் தெரிவித்துள்ளது. மறுபடியும் சைக்ளோனா? நெல்சா, நம்ம வேணா திரும்பி கிளம்பி சென்னைக்கே போயிடலாமா? சைக்கிளானே சென்னையில் தான் ஜி, அதனால தான் ஸ்டோரி டிஸ்கஷனுக்கு உங்களை கோவா கூட்டின்னு வந்திருக்கிறேன். ஜி, அங்கே மக்கள்லாம் என்ன ஜி பண்ணுவாங்க நம்ம இல்லாமல்? நம்ம இருந்தால் என்ன பண்ணுவாங்களோ அதே தான் பண்ணுவாங்க ஜி. ஓஹோ, அப்போ ஓகே. பெரிய தார் அப்படியே சைக்கிளோட சுற்றி போட்டுருவார். ஜி, உங்களுக்கு தான் நிறைய டைம் இருக்குல்ல ஜி, நம்ம ஏன் இந்த டிஸ்கஷன் ஒரு ஃபியூ மந்த்ஸ்க்கு அப்புறம் வச்சுக்கூடாது? உங்களுக்கு என்ன ஜி, வர ஏதாவது ஒன்று ரிலீஸ் பண்ணுறீங்க, நமக்கு அப்படியா? கடைசியாக என் படம் வந்ததுக்கப்புறம் 5 புயல் வந்துச்சு, ட்ரம்ப் திருப்பி வந்துட்டாரு. எனி டைம் ஓகே ஒரு 5 மினிட்ஸ் அப்படியே சைலண்டாக மெடிடேட் பண்ணிட்டு யோசிப்போமா? மாட்டியாச்சு. மெடிடேஷன் பண்ணி தான் மாட்டிருக்கலாம். கால கண்ணாடியில் இன்னெல்லாம் தெரிஞ்சு எட்டி பார்ப்போம். Jailer. அப்பா ஷிட் மா அப்பா காட் லவ் யூ. பாருங்களேன், இது பாக்கெட்லேருந்து கீழே வந்தது கூட தெரியாமல் போயினுக்கிறாரு. அப் टाइगर का हुक्म. பயங்கரமா இருக்கு நெல்சா, இதுவே பண்ணிடலாமே. అర్థమైందా రాజా? టైగర్ కా హుకుమ్. കയ്യിലും എന്റെ കാലിലും ഒക്കെ
സാധാരണ ഇവരുടെ ഈ ഒരു നെൽസൺ അനിരുദ്ധ് കോംബോയിൽ ശരിക്കും അവരാണ് അത് കൊണ്ടുപോണത്. പക്ഷെ ഈ ഒരു അനൗൺസ്മെന്റിൽ എനിക്ക് തോന്നുന്നു സിനിമയിലേക്കാൾ ഹെവിയാണ് അവരുടെ അനൗൺസ്മെന്റ് കൊടുക്കുന്നത്. ആ ഒരു ബീജിയം കയറി വന്നപ്പോഴുണ്ട് എനിക്ക് കംപ്ലീറ്റ് ഇത് കണ്ട എല്ലാവരും. കാരണം ആ ഒരു സീനിന് കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ബീജിയം, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. കാരണം ആ ബീജിയം അങ്ങോട്ട് വന്നപ്പോ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് കൈക്കിന് മാത്രല്ല ഇങ്ങനെ കേറുന്ന കാലിലും മൊത്തത്തിലും. അത് അവസാനം കുറച്ച് ചേഞ്ചസ് വരുത്തിട്ടുണ്ട് ആ മറ്റേ ഫസ്റ്റിനെ കാട്ടി ബീജിയത്തിന്. പക്ഷെ എന്നാലും അടിപൊളിയായിട്ടുണ്ട്, പൊളപ്പൻ. അപ്പൊ എവിടെയാണോ നമ്മുടെ തലൈവർ നിർത്തിയത് അവിടെന്ന് തുടങ്ങിയ പിന്നെ ബിജിഎം എൻറ്റയർലി ഡിഫറെന്റ് ആക്കേണ്ട കാര്യമില്ല, ബിക്കോസ് ഒരേ സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ്. സോ ഒരു സ്റ്റോറിയുടെ നെക്സ്റ്റ് പാർട്ടാണ്. സോ അതിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് ഒരു സ്റ്റോറി പോലെ ബിജിഎം മാറ്റി ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു ആൾക്കാർക്ക് കേൾക്കുമ്പോ റിപ്പീറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പക്ഷെ ആ ഒരു ബീജിയം കൊണ്ടുവന്ന ഓണമുണ്ടല്ലോ അത് ഇപ്പോഴും ഇതുണ്ടല്ലോ. സീരിയസ്ലി ആ ബീജിയം കൂടെ അങ്ങോട്ട് വന്നപ്പോ ഉണ്ടല്ലോ, എനിക്ക് അത് പറയുമ്പോ തന്നെ എനിക്ക് അതിങ്ങനെ വരുന്നു. സൂപ്പർ. അത് അവരുടെ വളരെ എക്സൈറ്റഡ് ആണ്. ജയിലർ 2 വരുവാണ് എന്നാണെന്നുള്ള ജസ്റ്റ് ഒരു അനൗൺസ്മെന്റ്. സൈക്ലോൺ. എനിവേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം.